10 വർഷങ്ങൾക്ക് ശേഷം ഒരു UDF സർക്കാർ അധികാരമേൽക്കാൻ പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന് അധികം ദൂരെയല്ലാത്ത ഈ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ നിന്നാണ് ഇന്ന് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് രാവിലെ മുഴുവൻ ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു. ആരൊക്കെയാണ് VD സതീശന്റെ മന്ത്രിസഭയിൽ അംഗങ്ങളാകാൻ പോകുന്നത്, കോൺഗ്രസ് മന്ത്രിമാർ ആരൊക്കെയായിരിക്കും, എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ മന്ത്രിമാരെ നിശ്ചയിക്കുക. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ അവരവരുടേതായ ആളുകളെ നിർദ്ദേശിച്ച് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ സമ്മർദ്ദങ്ങൾക്ക് പൂർണ്ണമായി വഴങ്ങിക്കൊണ്ടായിരിക്കുമോ ഈ മന്ത്രിസഭയിലെ അംഗങ്ങളെ നിശ്ചയിക്കുക തുടങ്ങിയ ധാരാളം സംശയങ്ങളും കൺഫ്യൂഷനുകളും നിറഞ്ഞ മണിക്കൂറുകളായിരുന്നു ഇത് നമ്മൾ കണ്ടത്. ആ സമയങ്ങളിലൊക്കെ അതാത് സമയങ്ങളിൽ വിവരങ്ങൾ കൃത്യമായി 24 പ്രേക്ഷകരിലേക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഞങ്ങൾ അതാത് സമയങ്ങളിൽ നൽകിയിട്ടുള്ള വിവരങ്ങളൊക്കെ പിന്നീട് പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ ശരിയായി മാറി എന്നതാണ്. അത് വളരെ കൃത്യതയോട് കൂടി നൽകി ശ്രീജിത്ത്, ഞങ്ങളുടെ പൊളിറ്റിക്കൽ എഡിറ്റർ, അതോടൊപ്പം തന്നെ ദീപക് ധർമ്മടം ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകി. രാവിലെ മുതൽ തന്നെ ഇന്ദിരാഭവനിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി നൽകിയിരുന്നു ദിലീപ് കുമാർ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കന്റോൺമെന്റ് ഹൗസിലേക്കാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തറും അതോടൊപ്പം വിപിൻ സി വിജയനും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, വിപിൻ, ഇന്നത്തെ ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം വന്നത് കന്റോൺമെന്റ് ഹൗസിൽ നിന്നാണ്. അത് ആരൊക്കെയാണ് ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ വിവരങ്ങൾ ഇന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കന്റോൺമെന്റ് ഹൗസിൽ വെച്ചാണ്. ഇന്ന് അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ വാർത്താ സമ്മേളനത്തിനിടെ VD സതീശൻ പറഞ്ഞ ഒരു കാര്യം, ഈ വകുപ്പുകളുടെ കാര്യത്തിലുള്ള തീരുമാനം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അതിൽ ചില കറക്ഷൻസ് വരുത്തും എന്നതാണ്. മറ്റൊന്ന്, ചില ധാരണകൾ, ഈ ടേം വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ചില ധാരണകളുണ്ട്, അതൊക്കെ നിങ്ങളോട് പിന്നീട് വിശദീകരിക്കാം എന്തായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു അവകാശവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കേരള കോൺഗ്രസിന്റെ ചരിത്രത്തിൽ, UDFന്റെ ചരിത്രത്തിൽ ഇത്ര പെട്ടെന്ന് മന്ത്രിമാരെ നിശ്ചയിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നാണ്. ഷഫീദ്, വിപിൻ, ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്? GK, നാടകീയ സംഭവങ്ങൾക്കാണ് കന്റോൺമെന്റ് ഹൗസ് ഇന്ന് സാക്ഷിയായത് എന്നുള്ളത് നിസ്സംശയം പറയാം. ഒരു പക്ഷേ കഴിഞ്ഞ 2 ടേമിലും, അതായത് 2016-ലും 2021-ലും തന്നെ നമ്മൾ കാണാത്തൊരു കാഴ്ച. സത്യപ്രതിജ്ഞയ്ക്ക് തലേ ദിവസം കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ വരുന്നു, ഒരു കൂടിയാലോചനകൾ നടക്കുന്നു, അതിൽ തന്നെ തീരുമാനമാകുന്നില്ല, പിന്നെയും മന്ത്രിമാർ വരുന്നു. ഇത്തരത്തിലുള്ള കാഴ്ചകളായിരുന്നു ഇന്ന് മുഴുവനായിട്ടും ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ ഇവിടെ ഷഫീദ് റാവത്തർ ഉണ്ടായിരുന്നു. ഷഫീദ്, എന്തായിരുന്നു രാവിലെ മുതലുള്ള ആ നാടകീയമായിട്ടുള്ള കാഴ്ചകൾ? നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ CPM-നെ അടക്കം മന്ത്രിമാരെ നിശ്ചയിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ചർച്ചകൾ, വലിയ തരത്തിലുള്ള ഈ പോർട്ട്ഫോളിയോ മേക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഈ പട്ടിക കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാക്കിയത് ഗവർണർക്ക് കൈമാറുമെന്നൊക്കെയാണ് ഇന്നലെ നമ്മൾ കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഇന്ന് വൈകിട്ട് 5:30 വരെ നീണ്ടു ആകാംക്ഷ എന്നുള്ളതാണ്. അവസാന നിമിഷവും വരെ കറക്ഷൻ നടന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ജനീഷിന്റെ കാര്യം, റോജി എം ജോണിന്റെ കാര്യമൊക്കെ അവസാന നിമിഷത്തെ ഒരു വാർത്തയായിട്ടാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് വന്നത്. നമ്മുടെ പൊളിറ്റിക്കൽ എഡിറ്റർ ശ്രീജിത്ത് ആയിരുന്നു ആ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും അത്രയ്ക്കധികം ആകാംക്ഷ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ ചില സൂചനകൾ പറഞ്ഞു വെച്ചതിന്റെ ചില റിഫ്ലക്ഷൻസ്, അത് നമ്മൾ ഇന്ന് വൈകുന്നേരം അല്പസമയം മുൻപ് നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഈ വകുപ്പുകളുടെ കാര്യം അന്തിമമല്ല, ചില കറക്ഷൻസ് ഉണ്ടാകും. മാത്രമല്ല, ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴുമുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് അക്കാര്യത്തിൽ പറഞ്ഞാൽ, ഈ ഷിബു ബേബി ജോണിന്, ഘടകകക്ഷിയായ ഷിബു ബേബി ജോണിന് ഏത് വകുപ്പ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ധാരണയായിട്ടില്ല. നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് കുറച്ച് മുൻപ് കൂടി ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഒരു ഫൈനലൈസ് ഒരു ഫോർമാറ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊന്ന്. രണ്ടാമത്തെ, നമ്മളിപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ കന്റോൺമെന്റ് ഹൗസിന്റെ അകത്ത് ഇപ്പോഴും നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ആ ചർച്ച ഈ K മുരളീധരന്റെ അതിർത്തിയിലാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്ന ആരോഗ്യവും ദേവസ്വവുമാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ പട്ടികയൊക്കെ പുറത്തു വന്ന് വിവരങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ അത് വൈദ്യുതിയായി മാറി. സ്വാഭാവികമായും അദ്ദേഹത്തിന് അക്കാര്യത്തിൽ ചില അതൃപ്തിയുണ്ട്. അദ്ദേഹം അത് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്. നാളെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തില്ല എന്നൊക്കെയുള്ള കടുത്ത തീരുമാനത്തിലൊക്കെ മുരളീധരൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ മുരളീധരന്റെ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ അണിയിപ്പിക്കാനുള്ള നീക്കം അതിവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്നുള്ള വാർത്തകൾ അവസാനിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആ രീതിയിൽ ഇനി നമുക്ക് വാർത്തകൾ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ AP അനിൽകുമാറിനാണ് ആരോഗ്യമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അത് വിട്ടുകൊടുക്കുമോ, അതല്ലാതെ ഏറ്റെടുക്കാൻ എത്രത്തോളം തയ്യാറാകുമോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി അതിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും. കാരണം AP അനിൽകുമാറിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഫൈൽ എന്ന രീതിയിൽ ആരോഗ്യത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെ ഇനിയിപ്പോൾ K മുരളീധരനെ അന്വേഷിക്കാൻ മറ്റേതെങ്കിലും കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംശയമാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ നമുക്കറിയാം, ഘടകകക്ഷികളിൽ മാണി സി കാപ്പന്റെ അതൃപ്തി നമ്മൾ ഇന്ന് പ്രത്യക്ഷമായി തന്നെ കണ്ടതാണ്. അങ്ങനെ ചില അതൃപ്തികളുണ്ട്. മാത്രമല്ല, ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇനി
ഇനിയും പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള മറുപടികൾ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം റോജി എം ജോണിന്റെ വകുപ്പ് ഏതാണെന്നുള്ള കാര്യത്തിൽ ധാരണയായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരണം. ഏതായാലും ഇന്ന് രാത്രി നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഘട്ടത്ത് ഈ സമയത്ത് കന്റോൺമെന്റ് ഹൗസിനുള്ളിൽ ഈ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ചില തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ കേരള കോൺഗ്രസിന്റെ ഒരു കാര്യം കൂടി പറയണം. കാരണം കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ജലവിഭവ വകുപ്പാണ്, പക്ഷെ അവർക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് കൃഷി വകുപ്പാണ്, മൃഗസംരക്ഷണവും കൂടിയാണ് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് എത്രത്തോളം അവർ 2 മന്ത്രിസ്ഥാനം ചോദിക്കുന്നു, അതിലൊരു മന്ത്രിസ്ഥാനം മാത്രം ലഭിക്കുന്നു, അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പ് കൂടി ഇല്ലാതാകുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച വലിയ നീരസമുണ്ട്. കാരണം പി ജെ ജോസഫിന് അപ്പുറമായിട്ട് മറ്റുള്ള ഈ ഗ്രൂപ്പുകളായിട്ടും ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അമർഷം അവർക്കുണ്ട്. ചിരിയോട് കൂടിയിട്ടല്ല അവർ ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളത് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. ഒപ്പം തന്നെ ഇപ്പോൾ ചീഫ് വിപ്പായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അബു ജോൺ ജോസഫിനെയാണ്. അതിൽ തോമസ് ഉണ്ണിയാടന് അതിൻ്റെതായിട്ടുള്ള അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹം ചീഫ് വിപ്പ് ആവും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. അത് അങ്ങനെയല്ല എന്നുള്ള തീരുമാനം സ്വാഭാവികമായിട്ടും വരുമ്പോൾ അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും കൂടുതൽ വിമർശനങ്ങളിലേക്ക് പോകും. ഷഫീദ്, വിപിൻ സി വിജയൻ, നമ്മൾ ഇന്ന് നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്നുണ്ടായത്. അതിന്റെ വിവരങ്ങളൊക്കെ തത്സമയം നമുക്ക് 24ന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവരങ്ങൾ വലിയ മാറ്റങ്ങളൊന്നും കൂടാതെ കൃത്യതയോടുകൂടി നമുക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് സന്തോഷത്തോടെ ഈ സമയത്ത് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.